തന്റെ വീട്ടിലെ കുപ്പത്തൊട്ടി കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ ഒരു കംപ്ലൈന്റുമായി പോലീസ് സ്റ്റേഷനിൽ വരുന്നു. പാട്ട് പാടുന്നത് പോലെ നടന്ന കാര്യം അവരോട് പറയുന്നു. ആ കുപ്പത്തൊട്ടിയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. കിളി പോയ പോലീസ് അവനെ ഇറക്കി വിടുന്നു. ശേഷം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഇതേ കാര്യം പറഞ്ഞ് അവന്റെ കിളിയും പോകുന്നു. കൈക്കൂലിയായി 5 ലക്ഷം തരാമെന്നും ആ കുപ്പത്തൊട്ടി കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. പൈസ കിട്ടുന്നത് കൊണ്ട് കുപ്പത്തൊട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബാർബറായ മഹാരാജയുടെ ഷോപ്പിൽ ഒരു കള്ളൻ മുടിവെട്ടാൻ വരുന്നു. മുടിവെട്ടി പോയപ്പോൾ തന്റെ മകൾക്ക് വാങ്ങിയ സ്വർണ്ണമാല അവിടെ വെച്ച് മറന്നു പോകുന്നു. ഇത് കൊടുക്കാനായി മഹാരാജ അവന്റെ വീട്ടിൽ പോകുന്നു. ആ സമയം നിരവധി കൊലക്കുറ്റങ്ങളുള്ള അവനെ പിടികൂടാൻ പോലീസ് വരുന്നു. മഹാരാജ പറഞ്ഞത് കൊണ്ടാണ് പോലീസ് വന്നത് എന്ന് അവൻ വിചാരിക്കുന്നു. അത് അവനിൽ പക ഉണ്ടാക്കി. ഇവൻ തന്നെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം മഹാരാജയുടെ വീട്ടിൽ വന്ന് അവന്റെ മകളെ പീഡിപ്പിച്ചത്. അവന്റെ കൂടെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിരുന്നു ലക്ഷ്മിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കേസുണ്ടാക്കിയത്. തന്റെ മകളെ പീഡിപ്പിച്ച ഒരുത്തനെ ആദ്യം തന്നെ കഴുത്തറുത്ത് കൊല്ലുന്നു. അതിനിടയിൽ 5 ലക്ഷം കിട്ടാൻ വേണ്ടി പോലീസ് ഒരു കുപ്പത്തൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നു. ശേഷം ഒരു പോലീസിനെ പൈസ കൊടുത്ത് അത് മോഷ്ടിച്ച കള്ളനായി ചിത്രീകരിക്കുന്നു. യഥാർത്ഥത്തിൽ മഹാരാജയുടെ മകളെ പീഡിപ്പിച്ച 3 പേരിൽ ഇവനും ഉണ്ടായിരുന്നു. എങ്ങനെയോ ഇത് മനസ്സിലാക്കിയ പോലീസ് അവനെ കൊന്നു കളയാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 3-മനെ കൊല്ലാനായി മഹാരാജ പോകുന്നു. അപ്പോഴായിരുന്നു അവന് ഒരു കാര്യം മനസ്സിലായത്. പണ്ട് അവനെ പോലീസ് പിടിച്ചതിനു ശേഷം മഹാരാജ തന്റെ ഭാര്യയെയും മകളെയും കൊണ്ട് അവന്റെ വീട്ടിൽ ആ സ്വർണം കൊടുക്കാൻ പോയിരുന്നു. ആ സമയം ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് അവന്റെ ഭാര്യയും യഥാർത്ഥ മകളും മരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായ ഒരു പാത്രം കാരണമായിരുന്നു ഇവന്റെ മകൾ രക്ഷപ്പെട്ടത്. തന്റേതല്ലാത്ത ആ മകളെയായിരുന്നു മഹാരാജ പൊന്നുപോലെ വളർത്തിയത്. ഇതറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്ത് അവന്റെ ജീവൻ അവസാനിപ്പിക്കുന്നു.